ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്താണ്. വിഴിഞ്ഞം പോർട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വിഴിഞ്ഞം പോർട്ടിൽ ഇന്ന് 2 കപ്പലുകളാണുള്ളത്. ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ലോഡിങ് കഴിഞ്ഞ കപ്പലുമുണ്ട്. അപ്പോൾ ലോഡ് ചെയ്ത കപ്പൽ ഇന്ന് ഏകദേശം ഒരു 3 മണിക്ക് ഇവിടെ നിന്ന് പോവും. ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പൽ വൈകിട്ട് 7 മണിക്കും പോവും. വിഴിഞ്ഞത്ത് ഇതുവരെ വന്നിട്ട് ഞാൻ ഷിപ്പുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല. ഇവിടെ വന്ന് കിടക്കുന്നതേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ പുറം കടലിൽ വേറൊരു കപ്പൽ കിടക്കുവാണ്. ഇത് ഇവിടെ നിന്ന് പോയിട്ട് വേണം ആ ഷിപ്പിന് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം പോർട്ടിലെ കപ്പൽ കടന്നു വരുന്ന ഭാഗത്താണ്. കപ്പൽ ചാലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിഴിഞ്ഞം പോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ കറക്റ്റായിട്ടൊരു കപ്പൽ ചാല് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡൊക്കെ ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള ഭാഗങ്ങളാണ്. കടലിലോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ബോർഡാണ്. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ വിഴിഞ്ഞം പോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇപ്പോൾ ഒരു കപ്പൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറെ കപ്പൽ കിടപ്പുണ്ട്. ഒന്ന് ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഉടനെ കഴിയും. ഈ കഴിഞ്ഞ ഉടനെ തന്നെ ഈ കപ്പലുകൾ ഇവിടെ നിന്ന് പോകും. ആദ്യം പോകുന്നത് 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ 3 മണിക്കുള്ള കപ്പൽ പോകുന്നത് നമുക്ക് കാണാം. ഈ കാണുന്ന സൈഡിൽ കൂടെയാണ് കപ്പൽ പോവുക. ഇതൊക്കെ പോർട്ടിൻ്റേതായിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കടൽ നികത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സൈഡിൽ കാണുന്നത്. ഏകദേശം 3 കിലോമീറ്റർ കൂടി ഇവിടെ കല്ലിട്ട് നികത്താനായിട്ടുണ്ട്. ഒരു വലിയ ഡേഞ്ചറായിട്ടുള്ള ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ബോർഡുകൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരിക്കലും ആരും വന്ന് ഇറങ്ങരുത്. ഇവിടെ ഫുള്ള് ആഴക്കടലാണ്. പാറക്കല്ലിൽ തല വന്നടിച്ചായിരിക്കും നമുക്ക് അപകടം സംഭവിക്കാൻ പോകുന്നത്. അത്രയ്ക്കും തിരയാണ്, അടിയിൽ മൊത്തം കല്ലുകളാണ്. അത് കണക്ക് വലിയ വലിയ ഗർത്തങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിനെക്കൊണ്ട് ഒരിക്കലും ഈ പരിസരത്ത് വരുന്നവർ, ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നവർ ഒരിക്കലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങരുത്. ജസ്റ്റ് ഇവിടെയൊക്കെ നിൽക്കുക, പോവുക. ഒരുപാട് ബോർഡുകൾ പല കണക്കിന് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ വരെ വന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. അവർക്ക് പോലും രക്ഷയില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കപ്പൽ പോകുന്നത് കാണാം. ഏകദേശം 2-3 മണിക്കൂർ എടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കപ്പൽ പോകുന്നത്. കപ്പൽ പോകുമ്പോൾ കപ്പലിൻ്റെ എൻജിൻ ഒരിക്കലും ഓണായിരിക്കത്തില്ല. ഡോൾഫിൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് സാധനമുണ്ട്. അതിങ്ങനെ പുഷ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. 3-4 എണ്ണം കപ്പലിൻ്റെ പല സൈഡിലായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ടാണ് ഈ കപ്പലിനെ ഈ ഒരു ഭാഗത്ത് നിന്നും പുറം കടലിലോട്ട് എത്തിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിലോട്ട് കയറി നിൽക്കുവാണ്. നല്ല മനോഹരമായിട്ടുള്ള പ്ലേസാണ് കേട്ടോ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഈ ഭാഗങ്ങൾ. കുറച്ചുകൂടെ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇവിടെയൊന്നും വരാൻ പറ്റാത്ത രീതിയിൽ അവർ കവർ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു ഭാഗം കാണാൻ എന്ത് അടിപൊളിയാണെന്നറിയോ. അതിൻ്റെ സൈഡിലൊക്കെ കിടിലൻ ബീച്ചുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇനി നമുക്ക് അധികകാലം കാണാൻ പറ്റത്തില്ല കേട്ടോ. അതിനുമ്പ് തന്നെ ഇതിൻ്റെയൊക്കെ പരിപാടി കഴിയും. ഞാൻ നേരത്തെ നിന്ന ഭാഗങ്ങളൊക്കെ അതായിരുന്നു, താഴെയൊക്കെയാണ് നിന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യക്തമായിട്ട് വിഴിഞ്ഞം പോർട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതുവഴി ഇങ്ങനെ കപ്പൽ വരുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പറായിരിക്കും. ഇത്രയും അടുത്ത് നമുക്ക് കിട്ടും കപ്പലിനെ. അപ്പോൾ എന്തായാലും 3 മണിക്ക് ഷിപ്പ് ഇവിടെ നിന്ന് പോകും. ആ ഒരു സമയത്ത് നമുക്ക് പറ്റാവുന്നിടത്തോളം കാഴ്ചകൾ കാണാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 2 മണിയോട് അടുക്കുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഡോൾഫിൻ എന്ന് പറഞ്ഞ സാധനം അവിടെ കിടപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്തോ ആണെന്നുള്ളത്. ആ കാണുന്ന സാധനമാണ് ഡോൾഫിൻ എന്ന് പറയുന്നത്. ആ കാണുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് കപ്പൽ ഇതുവഴി പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലത്തെ 3-4 സാധനങ്ങൾ കാണും. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഷിപ്പ് ലോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ ക്രെയിനിലൂടെ വന്ന് കണ്ടെയ്നറുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുറംകടലിലായിട്ട് മറ്റൊരു ഷിപ്പ് വെയിറ്റിങ്ങിലാണ്. ഈ ഷിപ്പ് ഇവിടെ നിന്ന് പോയതിനു ശേഷം മാത്രമേ അടുത്ത ഷിപ്പ് ഇങ്ങോട്ട് വരത്തുള്ളൂ. എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു സ്ഥലത്തിൻ്റെ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ. ഈ തെങ്ങുംപാടത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സൈഡിലായിട്ട് ആ നീല വിരിച്ച് കിടക്കുന്ന കടലും തൊട്ടപ്പുറത്ത് ആ പോർട്ടിൻ്റെ സംഭവങ്ങളും ഇടയിലൂടെയൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ വള്ളങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ വല്ലാത്തൊരു ഫ്രെയിമാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഞാനിപ്പോൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഷിപ്പ് അവിടെ നിന്ന് പുറപ്പെടാറായോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് തണലുള്ള സ്ഥലത്തോട്ട് കയറി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഷിപ്പ് വരുന്നത് ഇവിടെ നോക്കിയാൽ അറിയാമല്ലോ. ഇതാണ് കറക്റ്റായിട്ടുള്ള വ്യൂ ഉള്ള സ്ഥലം. ഷിപ്പ് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മാറുന്ന സമയത്ത് താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നിന്ന് 2 ബോട്ടുകൾ ഇങ്ങനെ മുന്നേ പോകുന്നുണ്ട്. ഇത് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണോ അതോ ഇനി ഷിപ്പിംഗ് യാർഡിലെ ബോട്ടാണോ എന്ന് അറിയാൻ വയ്യ. 2 ബോട്ടുകൾ വളരെ സ്ലോവിൽ പോകുന്നുണ്ട്. 3 മണി കഴിഞ്ഞ് 3:30 ആയിട്ട് യാതൊരു ചലനവും ഇല്ല. എന്തോ ആ സംഭവം മനസ്സിലാവുന്നില്ല. ഇനി ഷിപ്പ് പോകുന്നില്ല, ഇനി ടൈമിങ് 7 മണിക്കാണോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ്. ഇതിൻ്റെ ഓഫീസൊക്കെ ഉള്ളത് അങ്ങ് റൈറ്റ് സൈഡിലാണ്, അങ്ങ് ലാസ്റ്റ് ഈ പാറയിലൊക്കെ അപ്പുറത്താണ്. അവിടെ പോയാണ് ഞാൻ നേരത്തെ കറക്റ്റ് ടൈമൊക്കെ തിരക്കിയത്. ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള സംഭവമല്ല. ഇത് ഒരു ബോട്ട് മറ്റൊരു ബോട്ടിനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതാണ്. കംപ്ലൈൻ്റ് ആയ ബോട്ട് എന്തിനാണ് കടലിലോട്ട് കെട്ടി വലിക്കുന്നത്? ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് എത്തിക്കാനാണോ എന്നുള്ളതാണ്. നേരത്തെ കണ്ട ബോട്ടുകൾ കെട്ടി വലിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോവാണ്, മുന്നോട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് സ്ട്രൈറ്റ് പോവാണ്. അതായത് ഇതുവഴി ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞൻ ബോട്ട് പോവുകയാണ്. അത് ബോട്ടിനകത്ത് ആളുണ്ടോ പിന്നെ ഇത് ഓട്ടോമാറ്റിക് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ആണോ ഒരു ഡൗട്ട്. ചെറിയൊരു വള്ളത്തിൻ്റെ മുകളിൽ എന്തൊക്കെയോ വെച്ചതുപോലൊരു സംഭവം. അതിനകത്ത് ആരെങ്കിലും ഉള്ളതാണോ, ഇത് ഇനി വെറും റിമോട്ട് കൺട്രോളിൽ വല്ല കൺട്രോളായി പോകുന്ന സാധനമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു സാധനം ഇങ്ങനെ മൂവിങ് ആയി പോവുകയാണ്. കുറച്ചുകൂടെ അടുത്തെത്തിയപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റി ഇതിനകത്ത് ആളുള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അങ്ങ് ദൂരേന്ന് കണ്ടപ്പോൾ വളരെ ഒരു ചെറിയ സംഭവമായിട്ടാണ് തോന്നിയത്. റിമോട്ടിലാണ്ട് പ്രവർത്തിക്കുന്ന കുട്ടികളെ ഒരു ടോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് കുറച്ച് വലുത് തന്നെയാണ്. പിന്നെ ഈ ഷിപ്പ് പോകുന്നതിന് മുന്നേ എസ്കോർട്ട് പോകുന്ന സാധനമാണെന്ന് അറിയത്തില്ല, അങ്ങ് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. നേരത്തെ കണ്ട ആ ചെറിയ ബോട്ട് അങ്ങോട്ട് പോയിട്ട് ഇതാ തിരിച്ചു വരുവാണ്. അപ്പോൾ ഈ ലൈനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കാം. ഉടനെ തന്നെ ഷിപ്പ് മിക്കവാറും ഇതുവഴി വരാനാണ് ചാൻസ്. പക്ഷേ വളരെ ടൈം എടുത്തുകൊണ്ട് മാത്രമേ ഷിപ്പിന് ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റൂ. നല്ല ടൈം എടുക്കും ഈ ഒരു ഏരിയ കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോകാനായിട്ട്. 2-3 മണിക്കൂറെങ്കിലും വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു ഏരിയ തന്നെ പോകുന്നത്. ഷിപ്പ് എൻജിൻ ഓണാക്കിക്കൊണ്ടല്ല പോകുന്നത്, ഷിപ്പിനെ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ പോർട്ടിൻ്റെ കുറച്ചുകൂടെ അടുത്ത് വന്ന് നിൽക്കുവാണ്. ഞാൻ നേരത്തെ നിന്നിരുന്നത് ഇതാ ഈ കാണുന്ന സൈഡിലാണ്. ഈ കാണുന്ന ആ ഒരു ലാസ്റ്റ് കാണുന്ന പാറയുണ്ടല്ലോ, ആ ഒരു ഭാഗത്താണ് ഞാൻ നേരത്തെ വന്ന് നിന്നത്. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നേക്കുവാണ്. ബൈക്കിൽ കൂടെയൊക്കെ റോഡുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. വളരെ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ താഴെയൊക്കെ ആൾക്കാർ നിന്ന് മീൻ പിടിക്കുക എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഈ പോർട്ടിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും നേരമായിട്ടും ഷിപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. 3 മണിയെന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ 3 മണിക്കൊന്നും ഷിപ്പ് എടുത്തിട്ടില്ല. ഇനിയും ടൈം ഒരുപാട് എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഞാൻ കുറേ നേരം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഈ ഷിപ്പ് ഒന്ന് പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നത് വെറുതെയാണ്. നിൽക്കുക ഒരു 7 മണിക്ക് മാത്രമേ ഷിപ്പ് പോകണമെന്ന് തോന്നുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് പറഞ്ഞത് 3 മണിക്ക് 7 മണിക്ക് ഷിപ്പ് പോകുന്നു. അത് കണക്കാക്കിയാണ് ഞാൻ നിന്നത്. പക്ഷേ ഇത്രയും നേരമായിട്ട് ഷിപ്പിൻ്റെ യാതൊരു അനക്കവും ഇല്ല. 2 ഷിപ്പ് അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി ഈ ഫ്രണ്ടിൽ കാണുന്ന ഷിപ്പിൽ സാധനം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ ബാക്കിൽ കിടക്കുന്ന ഷിപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷേ ഇത്രയും നേരമായിട്ട് ഷിപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. ഇനി ഇവിടെ നിൽക്കുന്നതെല്ലാം വെറുതെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഷിപ്പ് എടുക്കുന്നത് കാണാൻ പറ്റിയില്ലെങ്കിലും
ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെയൊക്കെ അതാ ഈ ഭാഗങ്ങളൊക്കെ പൊളിച്ച് പാറകളൊക്കെ നീക്കിക്കൊണ്ട് ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ വേലിയൊക്കെ കെട്ടിത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഡിവൈഡ് ചെയ്ത് അവരെ സ്ഥലങ്ങളൊക്കെ അവർ മാറ്റിയെടുക്കുന്നതാണ് കാണുന്നത്. ഇങ്ങോട്ടൊന്നും ഇനി ആർക്കും കടക്കാൻ പറ്റുന്ന ഒരു സാധ്യത കാണുന്നില്ല. എല്ലാ ഏതെങ്കിലും വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടിരിക്കുന്നു. ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യും, പിന്നെ അതിൽ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാനില്ല. എന്തായാലും വിഴിഞ്ഞം പോർട്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും അടുത്ത് നിന്ന് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. ഇതുവരെ ഇത്രയും അടുത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇനി വേറൊരു സൈഡിൽ കൂടെ പോയി എത്തിക്കൂടെ നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ. ഞാൻ ഇത്രയും നേരം നിന്നിട്ട് ഷിപ്പൊന്നും ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ടില്ല. അവിടെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരിക്കും. എന്തായാലും വൈകിട്ട് 7 മണി വരെ നിൽക്കാനുള്ള പ്ലാനില്ല. ഇനി ഏതെങ്കിലും ദിവസം നമ്മൾ വിഴിഞ്ഞത്ത് വരുന്ന ടൈമിൽ ഇവിടെ ഒന്നുകൂടെ നോക്കാം. എന്തായാലും ഡെയിലി ഷിപ്പ് വരുന്നുണ്ട്, നാളെ ഷിപ്പ് വരും. ഇങ്ങനെ ഒന്നും പോയി നിൽക്കും. പക്ഷേ ഇന്നത് കാണാനുള്ള ഭാഗ്യമില്ല. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. പക്ഷേ രാത്രി 7 മണിക്ക് പിന്നെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ ഒരു ടൈമാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ 7 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞാലും ഇത് 7 മണിക്ക് തന്നെ എടുക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല. 3 മണിക്കാണ് ഷിപ്പ് എൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയത്. പോവുകയാണെങ്കിൽ ഒന്ന് കാണാമല്ലോ ഒന്ന്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ദിവസം വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ പ്രക്ഷോഭത്തിലോട്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് അനധികൃതമായിട്ട് ഇവിടുന്ന് ലോഡ് ഒന്നിന് 42,000 രൂപ നിശ്ചയിച്ച് അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് ടോറസ് ലോറികളിൽ ഇവിടെ നിന്ന് ലോഡ് കടത്തുന്നതായിട്ടൊരു സംഭവം ഒന്നെന്ന് പറഞ്ഞ് ഇവിടെ നാട്ടുകാർ പ്രതിഷേധത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സംഭവം നമ്മൾ ഈ കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൊത്തം കരിമണൽ ശേഖരമുള്ള സ്ഥലമാണ്. ഇതാ ഇവിടെ തൊട്ട് മുന്നിലായിട്ട് കരിമണൽ വണ്ടികളിൽ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്. ഇങ്ങനെ മുമ്പോട്ട് നോക്കുമ്പോൾ അവിടെ കുറേ ഭാഗത്ത് മണൽ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അവിടെ നിന്ന് ലോറികൾ ഇങ്ങനെ ബാക്കെടുത്ത് വരുന്നതും കാണാം.